നിങ്ങൾ ആരെങ്കിലും കടലിൽ നിന്നും സ്വർണം കിട്ടുന്ന കണ്ടിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് നേരെ നോക്കൂ. ഈ ചേട്ടനാണ് നമ്മുടെ കടലിൽ നിന്നും സ്വർണം തപ്പിയെടുക്കുന്നത്. അതായത് ഈ കടപ്പുറത്തൊക്കെ വരുന്നവരുടെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നൊക്കെ ഊരിപ്പോകുന്ന സ്വർണ്ണങ്ങളൊക്കെ ഈ മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്ന സമയത്ത്, ഈ കടൽ കയറി വരുന്നൊരു സമയത്ത് തിരമാല അടിച്ച് ഈ മണൽ അരിച്ചു പോകുന്നൊരു സംഭവം നടക്കുന്ന ഈ ഒരു സമയത്താണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്വർണ്ണങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നാണയങ്ങളും സ്വർണ്ണങ്ങളും ഒക്കെ ഇവർക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൊല്ലം ബീച്ചിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗത്ത് മരങ്ങളും എല്ലാം കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നവർ വളരെ സൂക്ഷിക്കണം. വലിയ രീതിയിലുള്ളൊരു കടലുകയറ്റം തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. ഇവിടെയൊക്കെ തന്നെ വലിയ മരങ്ങൾ പോലും കടലെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. ഈ ഒരു ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു കടലുകയറ്റം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം താമസമില്ല, ഏകദേശം റോഡ് എടുക്കാറായിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചവിട്ടുമ്പോൾ തന്നെ ഇടിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇതൊക്കെ വലിയ രീതിയിൽ കടൽ കയറി ഇവിടെ മൊത്തവും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൊല്ലം ബീച്ചിലൊക്കെ എത്തുന്നവർ സൂക്ഷിക്കണം. നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കാതാണ്ട് ഇവിടെ എല്ലാം കടൽ കയറി കടലിലെ വേസ്റ്റുകൾ നമ്മുടെ കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുപ്പിച്ചില്ല് ഉൾപ്പെടെ ഈ ഒരു കടപ്പുറത്ത് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നവരെല്ലാവരും ചെരുപ്പൊക്കെ ഉപയോഗിച്ച് വേണം ഈ മണലിലൂടെ നടന്നു പോകാനും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം വലിയ രീതിയിലുള്ള അപകടം വിളിച്ചു വരുത്തരുത് ആരും. ഇത് കൊല്ലം ബീച്ചിലെ ഇപ്പോഴത്തെ ഈ ഒരു ദിവസങ്ങളിലുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, കടലിലോട്ട് ഇറങ്ങി പോകാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു കടലുകയറ്റം നമ്മുടെ കൊല്ലം ബീച്ചിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ കൊല്ലം ബീച്ച് ലൈഫ് ഗാർഡാണ്. ഇന്നലെ രാത്രി ശക്തമായ കാറ്റും മഴയും കാരണം കടൽക്ഷോഭം ഇന്നിപ്പം ധാരാളമായതുകൊണ്ട് കടലാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിലേക്ക് വരുന്ന എല്ലാ സന്ദർശകരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ബീച്ചിലേക്കുള്ള 2-3 ദിവസത്തേക്ക് സന്ദർശനം ഒഴിവാക്കുക. അഥവാ ബീച്ചിലേക്ക് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്. നമ്മളുടെ ബീച്ചുകളിൽ ധാരാളം വാണിംഗ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കാല് നനയ്ക്കാനായിട്ട് തീരത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടത്തിൽ പെടുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഈ തിരയിൽ പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാൻ പറ്റുന്ന കടലാണിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കടല് അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്, ശക്തമായിട്ട് തിര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും കടൽ തീരത്തേക്ക് ഇറങ്ങാൻ പാടുള്ളതല്ല.